കാണാതായ പ്രവാസിയെ കണ്ടെത്തി പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി അനിൽകുമാർ ഖത്തറിൽ നിന്ന് 4 ദിവസം മുൻപാണ് തിരുവനന്തപുരത്തെത്തിയത്. ഖത്തറിൽ ജോലി ചെയ്ത സ്ഥാപനം 12 ലക്ഷത്തോളം രൂപ നൽകാതെ പറ്റിച്ചെന്നും വീട്ടുകാരെ അഭിമുഖീകരിക്കാൻ പ്രയാസമായതിനാലാണ് വീട്ടിൽ പോകാത്തതെന്നും അനിൽകുമാർ പറഞ്ഞു. 24 തിരുവനന്തപുരം റീജിയണൽ ഓഫീസിലെ ജീവനക്കാരാണ് അനിൽകുമാറിന്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി സലീം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണ്? ഏത് രീതിയിലായിരുന്നു നമ്മുടെ ഒരു ഇടപെടൽ ഈ വാർത്തയിൽ? പ്രവാസിയെ കാണാനില്ല എന്ന വാർത്തയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശിയായ അനിൽകുമാർ ഖത്തറിൽ നിന്ന് 4 ദിവസം മുൻപ് തിരുവനന്തപുരത്തെത്തി. നമുക്ക് അനിൽകുമാറിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവാം. 20 വർഷമായി അവിടെ ഖത്തറിലുണ്ടായിരുന്നു. ഞാനൊരു കൊറോണ കഴിഞ്ഞ ടൈമിനൊരു വണ്ടി എടുത്തു, നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്ത് പോയതാണ്. അബുസിത്ര മാൾ പറയും, ദോഹയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അബുസിത്ര മാൾ. അപ്പോൾ തൃശ്ശൂർ മേനോ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ട്രിപ്പ് തന്നത്. QMS എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ 3.5 കൊല്ലം അവിടെ നിന്ന് വെള്ളം എടുക്കൽ തുടങ്ങി. അപ്പോൾ 1,10,000 റിയാലോളം തരാണ്ടായിരുന്നു. അപ്പോൾ അവരൊരു പേപ്പറിൽ അവർ ഒപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പൈസ സെറ്റിൽമെൻറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എഗ്രിമെൻ്റ് ആണെന്ന് എഴുതി. അവർ പറഞ്ഞു ഇതിൽ 62,000 റിയാലേ ഉള്ളൂ, ഇനി തരാൾ ബാക്കി തരില്ല എന്ന് പറഞ്ഞു. ബാലൻസിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇതിലുണ്ട്, എൻ്റെ അടുത്തുണ്ട് തരാനുള്ളത്. പിന്നെ വിസർവ് എന്ന് പറഞ്ഞൊരു കമ്പനി 2022 ഓടിയതാണ്. അത് 41,000 റിയാൽ തരാണ്. അത് ₹1 തന്നിട്ടില്ല. സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 20 ലക്ഷം റുപ്യ ലോൺ എടുത്തു. പിന്നെ ഒരാളിൽ നിന്നൊരു 15 ലക്ഷം റുപ്യ പലിശയ്ക്ക് വാങ്ങി. അത് 7 കൊല്ലമായിട്ട് 1 ലക്ഷം റുപ്യ വെച്ച് പലിശ കൊടുക്കും. 7 കൊല്ലമായിട്ട്. അപ്പം കഴിഞ്ഞ മാസം വരെ കൊടുത്തു, ഈ മാസം വരെ കൊടുക്കാതെ അവർ കൊടുത്തിട്ടില്ലെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും വീഴും. അപ്പോൾ അത് കേൾക്കാൻ വയ്യായിട്ട് ഞാൻ കയറിപ്പോ. അനിയാണ് ചേട്ടാ, ഇദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് ഇപ്പൊ. 24 ന്യൂസിന്റെ ഓഫീസിലാണ് ഉള്ളത്. തിരുവനന്തപുരത്തുണ്ട്. ആളുടെ കയ്യിലാണ് ഇപ്പൊ ഫോൺ ഉള്ളത്. അപ്പൊ ഞങ്ങള് ഫോൺ കൊടുത്തതാ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കാൻ. നാളുകളായി വീട്ടിലേക്ക്. 24 ഓഫീസിൽ. അതായത് ചേട്ടാ, പുള്ളിയുടെ പണം എല്ലാം നഷ്ടപ്പെട്ടു, പുള്ളിയുടെ പൈസ എല്ലാം നഷ്ടപ്പെട്ടു. പുള്ളിയെ ചതിച്ചൊക്കെ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ വയ്യ, 6 മാസമായിട്ട് ലോൺ മുടങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ വന്നതാ വാർത്ത ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ തിരക്കിയപ്പോൾ നാളുകളായിട്ട് വീട്ടിൽ പോലും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച് വിളിപ്പിച്ചതാ. കാര്യം അവരല്ലേ ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്നത്, നിങ്ങളല്ലേ ടെൻഷൻ അടിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് സലീം മാലിക്കാണ്. സലീം, ഈ വാർത്തയിൽ അദ്ദേഹം പറയുന്നത് കടുത്ത സാമ്പത്തിക ചൂഷണത്തിന് ഇരയായി, അതിൻ്റെ ഭാഗമായി വീട്ടുകാരെ ഈ പണം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പോയി കാണാനുള്ള ധൈര്യമില്ല, അതുകൊണ്ട് തന്നെ വീട്ടുകാർ അറിയാതെ താമസിക്കുകയായിരുന്നു എന്നാണ്. ഇദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ആവശ്യമാണല്ലോ. അത് ഏത് രീതിയിലാണ് നടപ്പാക്കാനാവുന്നത്? ക്രിസ്റ്റിന, ഇദ്ദേഹം ഇന്ന് രാവിലെ നമ്മൾ ഈ രഞ്ജിത്തിൻ്റെയും നടൻ സിദ്ദീഖിൻ്റെയും ഒക്കെ രാജീവ് വാർത്തയുടെ തിരക്കിൽ നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിലേക്ക് ഈ മനുഷ്യൻ എത്തുന്നത്. മനുഷ്യൻ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സങ്കടം നമ്മളോട് പറഞ്ഞപ്പോൾ തന്നെ അതിൽ എന്തോ കാര്യമുണ്ട്, ഗൗരവമുള്ളൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ നമ്മൾ ഓഫീസിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഈ നിലയിൽ ഗുരുതരമായ സാമ്പത്തിക ചൂഷണത്തിന് വിധേയമായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. ഖത്തറിലാണ് നാളുകളായി ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. 17 വർഷത്തിലധികമായി പ്രവാസിയായിരുന്നു. 5 വർഷം മുൻപ് ഒരു കമ്പനി, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനി രൂപീകരിച്ചു. അതിൽ നിന്നും ചില ആളുകൾ അദ്ദേഹത്തിന് നാട്ടിൽ നിന്നൊക്കെ ലോൺ എടുത്താണ് ആ കമ്പനി തുടങ്ങിയത്, സംരംഭം ആരംഭിച്ചത്. അതിനുശേഷം പിന്നീട് വലിയ നിലയിൽ ഈ പണങ്ങൾ നൽകാതെ പറ്റിച്ചത് മൂലം 12 ലക്ഷത്തിലധികം രൂപ ഒരു കോൺട്രാക്റ്റ് കമ്പനി നൽകാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ വലിയ സാമ്പത്തിക ചൂഷണത്തിന് വിധേയമാവുകയും കടക്കാരുടെ ശല്യം, ഒപ്പം തന്നെ ലോൺ എടുത്ത ആളുകളുടെയും ബാങ്കിൻ്റെയും ഒക്കെ നിരന്തരമായ ഫോൺ കോളുകളും സമ്മർദ്ദവുമായി പണമൊക്കെ നഷ്ടപ്പെട്ട് ജീവിതം തന്നെ ആകെ വഴിമുട്ടിയ സമയത്താണ് ഇദ്ദേഹം ഈ വീട്ടുകാരുമായുള്ള ബന്ധം തന്നെ ഇനി വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഈ കടക്കാർ വീട്ടിൽ വരുമ്പോൾ വീട്ടുകാരോട് ഫോൺ പോലും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ് ഈ മാസം ഓഗസ്റ്റ് 8-നാണ് അദ്ദേഹം ഏറ്റവും അവസാനമായി വീട്ടുകാരെ വിളിക്കുന്നത്. പക്ഷേ വീട്ടുകാർ നിരന്തരമായി ഇദ്ദേഹം എവിടെയുണ്ട് എന്നൊക്കെ തിരക്കിയിരുന്നു. അതിന് പിന്നാലെ ഈ മാസം 21-ന് ഇദ്ദേഹം ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് വന്നു എന്ന് വീട്ടുകാർക്ക് വിവരവും ലഭിച്ചു. പക്ഷേ വീട്ടിലേക്ക് പോയതുമില്ല. അങ്ങനെ അവിടെ ചെർപ്പുളശ്ശേരി പോലീസിൽ വീട്ടുകാർ പരാതിയും നൽകിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 4 ദിവസത്തോളം ഇദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ അന്തി
കിടന്നുറങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ചൂഷണ വിവരവും അതുപോലെ അദ്ദേഹത്തിന്റെ സങ്കടവും പറഞ്ഞുകൊണ്ട് 24 ഓഫീസിലേക്ക് എത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, വീട്ടുകാരുടെ നമ്പർ ഉൾപ്പെടെ കാണാതെ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഓഫീസിൽ ഇരുത്തി. അതിനുശേഷം ഫോണൊക്കെ കുത്തിയിട്ട് ചാർജായി. അതിനുശേഷം നമ്പർ എടുത്ത് അദ്ദേഹത്തിന്റെ ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു, നമ്മുടെ ഫോണിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചു. അപ്പോഴാണ് അതിവൈകാരികമായ നിമിഷങ്ങളൊക്കെ നമ്മൾ അല്പം മുമ്പ് കണ്ടതുപോലെയുള്ള നിമിഷങ്ങളൊക്കെ കണ്ടത്. വലിയ സങ്കടകരമായ കാഴ്ചയായിരുന്നു. കാരണം വീട്ടുകാരെ 3 മക്കളുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ അവരെ പോലും ഫേസ് ചെയ്യാൻ കഴിയാത്ത, കാണാൻ ആഗ്രഹമുണ്ടായിട്ടും പോകാൻ പോലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ മൂലം അങ്ങനെ പോകാൻ കഴിയാത്ത അത്രയും സങ്കടത്തിൽ നിന്ന ആ മനുഷ്യനാണ്. ആ മനുഷ്യനെ അപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വിളിച്ച് ബന്ധപ്പെടുകയായിരുന്നു. വീട്ടിൽ വിളിച്ച് ബന്ധപ്പെട്ട ഉടൻ തന്നെ അവർ അവിടെ നിന്ന് നിങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും സുരക്ഷിതമാക്കി ഇരുത്തണം, പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിലാക്കുകയോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും അദ്ദേഹത്തിന് ഭക്ഷണം നൽകി ഇപ്പോൾ ഇവിടെ വിശ്രമിക്കുകയാണ്. നമ്മുടെ ഈ ഓഫീസിൽ തന്നെ അദ്ദേഹം വിശ്രമിക്കുകയാണ്. അദ്ദേഹം വലിയ ക്ഷീണിതനും ആയിരുന്നു. മാത്രമല്ല അതിനുശേഷം ഇപ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തിനെ തേടി അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോകാനായി അദ്ദേഹത്തിൻ്റെ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടേക്ക് വരികയാണ്. തൃശ്ശൂർ പിന്നിട്ടിട്ടുണ്ട്, പാലക്കാട് നിന്നും തൃശ്ശൂർ പിന്നിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായും അദ്ദേഹത്തിനെ ഈ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സുഹൃത്തുക്കളുമായൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത്, ഈ ഭാര്യയുമായി ബന്ധപ്പെട്ടവരൊക്കെ അവർ പറയുന്നത്, കടമൊക്കെ നമുക്ക് തീർക്കാം, എത്ര അധ്വാനിച്ചാലും തീർക്കാം, നമുക്ക് ചേട്ടനെ മാത്രം മതി എന്നൊക്കെയാണ് പറയുന്നത്. ആ നിലയിൽ വലിയ സന്തോഷത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായി എവിടെയെന്ന് പോലും അറിയാത്ത ടെൻഷനിൽ, കഴിഞ്ഞ 20 ദിവസത്തിലധികമായ ഒരു ഫോൺ കോൾ പോലും വിളിക്കാത്ത വിഷമത്തിലിരുന്ന ആ വീട്ടുകാർക്ക് കൂടി ഒരു അല്പമെങ്കിലും ആശ്വാസമായി കാണും. ഇതിനിടയിൽ ഇവിടെ നിന്ന് നമ്മുടെ ചെർപ്പുളശ്ശേരി പോലീസിൽ അവർ വിവരം നൽകിയിരുന്നു. ചെർപ്പുളശ്ശേരി പോലീസ് ഫോർട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അതിനുശേഷം ഫോർട്ട് പോലീസ് നമ്മളുമായും ബന്ധപ്പെട്ടു. അദ്ദേഹം ഇവിടെ സുരക്ഷിതനാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ തന്നെ തൊട്ടടുത്താണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനും. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ പോലീസിനും ഇവിടേക്ക് ഇത് ചെയ്യാം. ആ നിലയിൽ നമ്മളിപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണ സുരക്ഷിതനാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാ നിലയിലും അദ്ദേഹത്തെ സുരക്ഷിതനാക്കി ഇവിടെ ഓഫീസിൽ നിർത്തിയിരിക്കുകയാണ്. ഓഫീസിൽ തന്നെ അദ്ദേഹം തുടരുകയുമാണ്. എന്തായാലും സമയത്തിനകം, അല്പസമയമല്ല, തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തുന്ന സമയം ഒരു 6-7 മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളും ഇവിടെ എത്തുന്നതിന് ശേഷം കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും ആ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ശരി സലീം, എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്തിയെന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ ഇനിയും അദ്ദേഹത്തിനെ ഈ സാമ്പത്തികമായ ചൂഷണം ചെയ്തവരിൽ നിന്ന് അതിനൊരു പരിഹാരം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ആർക്കാണോ അതിലൊരു ഇടപെടൽ നടത്താനാകുന്നത് അവരുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുകയും ചെയ്യാൻ നമ്മുടെ പ്രതിനിധികൾക്കാകുമെന്ന് കരുതുന്നു. സലീമും അതിനായി ശ്രമിക്കുമല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് സലീം മാലിക്കാണ്.